ഹലോ ഹായ് വെൽക്കം ബാക്ക്. അധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല. അത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്നുള്ളത് ഒരു 10-15 മിനിറ്റിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അധികം ഇൻട്രൊഡക്ഷൻ ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് പരദൂഷണം പറയുന്നതിൻ്റെ ഒരു ഗ്രാമറാണ്. സോ പരദൂഷണത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, ആ കേട്ട കാര്യം നിങ്ങൾ വേറെ ഒരാളോട് പോയി പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് ഉണ്ടാവുക. സോ നിങ്ങൾ എന്തോ ഒരു കാര്യം വേറെ രണ്ടുപേര് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ, ആ കേട്ട കാര്യത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ആ രണ്ടുപേര് സംസാരിക്കുന്ന കാര്യമാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കേട്ട കാര്യം നിങ്ങൾ നാലാമത് ഒരാളോട് പോയി പറയുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എക്സാമ്പിൾ വേണോ? ലെറ്റ്സ് സേ നിങ്ങൾ കേട്ട കാര്യം ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ് എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങൾ നാലാമത് ഒരാളോട് പോയി പറയുന്ന സമയത്ത് അത് എങ്ങനെയാവും അറിയോ? ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറും. എങ്ങനെയാ ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ടുള്ളത് മാറിയത്? ഈ ആർ യു എന്നുള്ളത് എങ്ങനെയാ ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി എന്നൊക്കെയായിട്ട് മാറിയത്? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്, സ്ട്രക്ചറുകൾക്ക് മാറ്റം വരുന്നുണ്ട്, സെന്റൻസിന്റെ സ്ട്രക്ചറുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ഈ രണ്ടേ രണ്ട് കാര്യം മാത്രം നമ്മൾ ഈ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൽ പഠിച്ചാൽ മതി. വാക്കുകൾക്ക് എന്ത് മാറ്റം വരുന്നു, സെന്റൻസുകളുടെ സ്ട്രക്ചറുകൾക്ക് എന്ത് മാറ്റം വരുന്നു. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് വരുന്ന ഒരു മാറ്റം ഞാനൊരു ലിസ്റ്റായിട്ട് ഒരു വലിയൊരു ലിസ്റ്റ് ഞാനിവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതൊന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് പ്രിന്റ് ചെയ്തിട്ട് അവിടെ എവിടെയൊക്കെ ഒട്ടിച്ചു വെക്കാം. കാരണം ഇനി 4-5 ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അത് ഐ എന്നുള്ളത് ഹീ ഷീ ആയിട്ട് മാറും, യു എന്നുള്ളത് ഹീ ഷീ ആയിട്ട് മാറും, യോർ എന്നുള്ളത് ഹിസർ ആയിട്ട് മാറും. അങ്ങനെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് V1-ലുള്ള എല്ലാ വെർബുകളും V2-ലേക്ക് മാറും. അതിലേക്ക് എക്സെപ്ഷൻ ഉണ്ട്, ആ എക്സെപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ V2 ആണ് വെർബ്, അതിന്റെ സെക്കൻഡ് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് ഹാഡ് പ്ലസ് V3 ഫോമിലേക്ക് മാറും. സോ ഈ ലിസ്റ്റ് ഇങ്ങനെ കൊടുത്തതുകൊണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ അത് കാണാപാഠം പഠിക്കുന്നു എന്നുള്ള എന്താ പറയുക പൊള്ളയായ വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഒന്നാമത്തെ ടൈപ്പാണ്, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു സെന്റൻസ് ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് നോക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം ക്വസ്റ്റ്യൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. W വെച്ച് അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വേർ, വിച്ച്, ഹൗ മെനി എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആം, ഈസ്, ആർ, വാസ്, വേർ എന്നൊക്കെ പറയുന്ന ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആദ്യം നമുക്കില്ലേ ഈ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ ഹാർഡിൻ ബി ജോൺസ് നമ്മുടെ ഒരു ഓഥറാണ്, നമ്മുടെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിലുള്ള അത് എഴുതിയിട്ടുള്ള ഓഥറാണ് ഹാർഡിൻ ബി ജെയിംസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ചോദ്യം ചോദിക്കുക, വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് ചോദിക്കുക. അത് W വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയോ? സിമ്പിൾ ആയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം സ്പീക്കറിനെ എഴുതാം, പിന്നെ റിപ്പോർട്ടിംഗ് വേർബ് എഴുതുക, പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക, പിന്നെ ബാക്കിയുള്ള സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുക. പറഞ്ഞുതരാം. ഈ ഹാർഡിൻ ബി ജോൺസ് ആണ് നമ്മുടെ സ്പീക്കർ. അയാൾ ഇങ്ങോട്ട് ആദ്യം താഴേക്ക് എടുത്ത് എഴുതുക ജോൺസ്. ഇനി റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. സോ ജോൺസ് ആസ്ക്ഡ് എന്നുള്ളതായിട്ട് മാറും. ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഈ വാട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ സെന്റൻസിലെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. അതിനങ്ങോട്ട് മാറ്റി എഴുതാം, ജോൺസ് ആസ്ക്ഡ് വാട്ട് എന്നുള്ളതായിട്ട് മാറും. ഇനി ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് നമുക്ക് മാറ്റി എഴുതേണ്ട അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ട സെന്റൻസ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു റൂൾ അപ്ലൈ ചെയ്യണം. ഒരു ഗോൾഡൻ റൂൾ ഇവിടെ അപ്ലൈഡ് ആണ്. ആ ഗോൾഡൻ റൂൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സബ്ജക്റ്റിനെ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്, സബ്ജക്ട് ഫസ്റ്റ്. ഇതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. സോ ആർ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നിടത്ത് ദ ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിനങ്ങോട്ട് ആദ്യം എടുത്ത് എഴുതാം, ദ ഡേഞ്ചേഴ്സ് എന്ന് മാറ്റി എഴുതാം. ഇനി ഓഫ് ഡ്രഗ് അബ്യൂസ് ഇനി ബാക്കി അവിടെ വരുന്നത് എന്താ? ഈ 6 ആണ്. ഈ 6 നമ്മുടെ ലിസ്റ്റ് പ്രകാരം എന്തായി മാറും? 6 എന്നുള്ളത് വേർ ആയിട്ട് മാറും. സോ ഡ്രഗ് അബ്യൂസ് വേർ എന്നുള്ളതായിട്ട് മാറും. വേറെ ഒന്നുകൂടെ പിടിച്ചോ. സോ അജിത്ത് ഇല്ലേ, നമ്മുടെ മാച്ച് ബോക്സിലുള്ള അജിത്ത് ചോദിക്കുക, വൈ ഡിഡ് യു സെറ്റ് യുവർ സാരി ഓൺ ഫയർ എന്നുള്ളത് ചോദിക്കുന്നത് നമ്മുടെ നമിതയോടാണ്. ഇവിടെയും നമുക്ക് സ്പീക്കറിനെയാണ് ആദ്യം ഇവിടെ എടുത്ത് എഴുതേണ്ടത്. സ്പീക്കറിനെ താഴേക്ക് എടുത്ത് എഴുതുക അജിത്ത്. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നുള്ളത് തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വൈ ആണ് നമ്മുടെ
നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്. വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. ഇനി സബ്ജക്റ്റിനെയാണ് ആദ്യം എഴുതേണ്ടത്. ആരാ സബ്ജക്റ്റ്? ഈ യു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പൊ യു എന്നുള്ളത് എന്തായിട്ട് മാറും? അജിത് ആസ്ക്ഡ് വൈ ഷീ, യു എന്നുള്ളത് ഷീ ആയിട്ട് മാറും. സോ ഷീ ഡിഡ് എന്തായിട്ട് മാറും എന്നറിയോ? ഇത് ഓൾറെഡി V2-ലല്ലേ, അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? V3 അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3-ലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, സോ വൈ ഷീ ഹാഡ് സെറ്റ് എന്ന് പറയുന്നത് V3 തന്നെയാണ്. വൈ ഷീ ഹാഡ് സെറ്റ് യുവർ സാരി എന്നുള്ളത് എന്തായിട്ട് മാറും? ഹെർ സാരി ഓൺ ഫയർ. അവിടെ ഒന്നും മാറ്റില്ല, ഇത്ര മാറ്റി എഴുതിയാൽ മതി. നമ്മുടെ WH ക്വസ്റ്റ്യൻ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു. സോ ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, മായ ഇവിടെ ചോദിക്കുക ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ. ഈ ആർ എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി വെർബ് ആണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആകെ മാറ്റം എന്താണെന്നറിയോ? ഇവിടെ സ്പീക്കർ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ്, ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ലിങ്കിങ് വേർഡ് ഇല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ലിങ്കിങ് വേർഡാണ് യൂസ് ചെയ്യുന്നത്. ആ ലിങ്കിങ് വേർഡിന്റെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. രണ്ട് യൂസ് ചെയ്താലും ശരി തന്നെയാണ്. ബാക്കിയുള്ള സെന്റൻസ് കൺവേർട്ട് ചെയ്യുക. ഇവിടെയും സെന്റൻസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്ജക്റ്റിനെയാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് മറന്നു പോകരുത്. ഓക്കെ, ഇതൊന്ന് നമുക്ക് മാറ്റി എഴുതാം. ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളത് മായ രാമിനോട് ചോദിക്കുകയാണ്. മായ ആണല്ലോ നമ്മുടെ സ്പീക്കർ, അത് ആദ്യം ഇങ്ങോട്ട് എടുത്തെഴുതുക. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ഡ് എന്നുള്ളത് തന്നെയാണ്, അത് ഇങ്ങോട്ട് എടുത്തെഴുതുക. ലിങ്കിങ് വേർഡ് ഇഫോ വെദറോ യൂസ് ചെയ്യാം. ഇഫ് യൂസ് ചെയ്യുന്നു ഞാൻ. മായ ആസ്ഡ് ഇഫ്. ഇനി കൺവേർട്ട് ചെയ്യാനുള്ളത് ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതാണ്. ഇവിടെ യു ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. യു എന്നുള്ളത് നമുക്ക് ഹീയിലേക്ക് മാറും, കാരണം രാമിനോടാണ് ഇത് ചോദിക്കുന്നത്. സോ മായ ആസ്ഡ് ഇഫ് ഹീ, ആർ എന്തായിട്ട് മാറും? ആർ വാസ് ആയിട്ട് മാറും, കാരണം ഇത് സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് ആയിട്ട് മാറിയത്. ഇഫ് ഹീ വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാരണം ഇത് ഞാൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും ടുമോറോ എന്നുള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ പിടിക്കാം. An extract from the conversation between Miss Smith and Mr. Brown in post early for Christmas is given below. Report the conversation. Or indirect speech like മാറ്റി എഴുതണം. Miss Smith ചോദിക്കുന്നത് could you really manage a turkey for Christmas, Mr. Brown? Mr. Brown പറയാ yes, I think I can spare one. So ഈ ഭാഗം മാത്രം നമ്മളിപ്പോൾ നോക്കിയാൽ മതി, കാരണം ഇതാണ് yes or no question എന്ന് പറയുന്നത്. കുഡ് വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഇതൊരു ഓക്സിലറി വെർബ് ആണ്, ഇതൊരു yes or no question ആണ്. ഇതിനെ മാറ്റി എഴുതാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം മിസ് സ്മിത്ത്. ഇനി ആസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇഫോ വെദറോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇഫ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിന് മുന്നേ നമ്മളിവിടെ മിസ്റ്റർ ബ്രൗൺ എന്നുള്ളത് ഈ ഒരു ഭാഗമല്ലേ, അത് നമുക്ക് എടുത്തെഴുതാം. മിസ് സ്മിത്ത് ആസ്ഡ് മിസ്റ്റർ ബ്രൗൺ ഇഫ് യു ആണ് നമ്മുടെ. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇത്രയും ഭാഗം നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റർ ബ്രൗൺ നമ്മൾ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുഡ് യു റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് എന്നുള്ളതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സബ്ജക്റ്റിനെയാണ്. യു ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ യു എന്തായിട്ട് മാറും? യു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഹീ ആയിട്ട് മാറും. സോ ഇഫ് ഹീ കുഡ് മാനേജ് a turkey for Christmas എന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. മിസ് സ്മിത്ത് ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺ ഇഫ് ഹീ കുഡ് മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു ഭാഗം, യെസ് ഐ തിങ്ക് ഐ ക്യാൻ സ്പെയർ വൺ എന്ന് പറയുന്നത് എന്താ? ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനും അല്ല, WH ക്വസ്റ്റ്യനും അല്ല. റാദർ ഇതൊരു റിപ്ലൈ ആണ്. ഇങ്ങനെ റിപ്ലൈ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, ഞാൻ നാളെ കോഴിക്കോട് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ നാളെ ബാംഗ്ലൂർ പോവുകയാണ് എന്ന് പറയുന്നത് ഒരു ആൻസർ ഒന്നുമല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ അങ്ങ് ചുമ്മാ പറയാണ്. അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ റിപ്ലൈ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ആകെ വരുന്ന മാറ്റം എന്താണെന്ന് അറിയോ? ഇവിടെ സ്പീക്കർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് രണ്ട് മാറ്റങ്ങളുണ്ട്. റിപ്പോർട്ടിംഗ് വേർബ് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. എപ്പോഴെന്ന് അറിയോ? വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ഇനി അതല്ല ഇതൊരു റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് റിപ്ലൈഡ് എന്നുള്ളതായിരിക്കും. ഇനി ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദാറ്റ്. വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല, ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സെന്റൻസ് കൺവേർട്ട് ചെയ്യുക. ഇവിടെയും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിന് ആദ്യം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, മാതായി പറയാ വി നീഡ് ടു വർക്ക് ടുഗദർ ടു ഹീൽ ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം?
റിപ്പോർട്ട് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നാമത് സ്പീക്കറിനെയാണ്. അപ്പൊ മാതായ് എന്നുള്ളത് ഇങ്ങോട്ട് താഴേക്ക് എഴുതുക, മാതായ്. ഇനി ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെഡ് എന്ന് പറയാം. മാതായ് സെഡ് ദാറ്റ്. ഇനി ഇത്രയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. വി നീഡ് ടു വർക്ക് ടുഗദർ ടു ഹീൽ ദ പ്ലാനറ്റ്. വി എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. വി എന്തായിട്ട് മാറും? ദേ ആയിട്ട് മാറും. ദേ. ഇനി നീഡ് എന്നുള്ളത് എന്താ? നീഡ് എന്നുള്ളത് V1 V1 V2 മാറുമ്പോൾ അത് നീഡഡ് എന്നുള്ളതായിട്ട് മാറും. ദേ നീഡഡ് ടു വർക്ക് ടുഗദർ ടു ഹീൽ ദ പ്ലാനറ്റ് എന്ന് എഴുതിയാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ അങ്ങോട്ട് പിടിക്കാം. നമുക്കവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ പിടിച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചേഞ്ച് ദ ഗിവൻ സെന്റൻസ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. നമ്മുടെ മാർത്ത ചോദിക്കുകയാണ്, വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബർട്ട് എന്ന് ചോദിക്കുന്നു. സോ റോബർട്ട് ബാൾഡ്വിൻ പറയുന്നത് ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിപ്ലൈ. സോ ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? നോക്കിക്കോ, നമുക്ക് മാർത്തേനെ അങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതാം. മാർത്ത ആസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി വിൽ എന്ന് പറയുന്നിടത്താണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ മാർത്ത ആസ്റ്റ് ഇഫ്, ഇവിടെ റോബർട്ട് എന്ന് നിങ്ങൾ പേര് കണ്ടോ? ഇങ്ങനെ വരുന്ന സമയത്തില്ലേ നമ്മൾ ആ പേരിന് ഇങ്ങോട്ട് ആസ്റ്റ് കഴിഞ്ഞിട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പൊ പിന്നെ ഈ സാധനം നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ. സോ മാർത്ത ആസ്റ്റ് റോബർട്ട്. ഇനി നമുക്ക് വേണ്ടത് ലിങ്കിങ് വേർഡാ. ഇഫോ വെദറോ യൂസ് ചെയ്യാം. നമുക്കിവിടെ ഇഫ് യൂസ് ചെയ്യാം. ഇഫ് ദ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണമല്ലോ. ഇഫ് ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ദ ഡെപ്പോസിറ്റേഴ്സ് വുഡ് ലൂസ് മച്ച് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റിപ്ലൈ എങ്ങനെ ചെയ്യാം? ബാൾഡ്വിൻ ആണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. ബാൾഡ്വിൻ റിപ്ലൈഡ്, കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ഉള്ള റിപ്ലൈ ആണ്. റിപ്ലൈഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. കണ്ടോ, ദാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ബാൾഡ്വിൻ റിപ്ലൈഡ് ദാറ്റ് ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. വുഡ് നോട്ട് ലൂസ് എ സെന്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ തീരുന്നില്ല. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് ഇനിയും പുതിയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ പബ്ലിക് എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന ഗ്രാമർ ലൈവിൽ. സോ ആ ലൈവ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഡിറ്റിംഗ് ആയിക്കോട്ടെ, റിപ്പോർട്ടഡ് സ്പീച്ച് ആയിക്കോട്ടെ, കംപ്ലീറ്റ് അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. വാക്കുകൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണോ അതിന്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ 3 സിറ്റുവേഷനിൽ സെന്റൻസുകൾക്ക് വരുന്ന മാറ്റങ്ങൾ, ഒന്ന് WH ക്വസ്റ്റ്യൻ, ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, മറ്റൊന്ന് റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പഠിച്ചാൽ മതി. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.